ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഞാൻ കറണ്ട് ഇല്ലാണ്ട് എങ്ങനെയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാന്നുള്ള ഇതിൽ ഇങ്ങനെ നിന്നതായിരുന്നു. രാവിലെ മുതലേ പോവാ വരാം, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള വെട്ടത്തിലും വെളിച്ചത്തിലും എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കറണ്ട് വന്നു. പിള്ളേരൊക്കെ പോയി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് എല്ലാ കൊട്ടത്തളത്തിൽ കിടക്കുന്നുണ്ട്. പിന്നെ മീൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാ അടിപൊളി മാന്തള, വലിയ മാന്തളുണ്ട്, കുറച്ച് മത്തിയുണ്ട്. മത്തി ഒരു 3-4 മത്തിയൊക്കെ ഉണ്ട്. അപ്പം ഇത് വറക്കാമെന്ന് വിചാരിക്കുന്നു. മീൻ വറക്കാം. പിന്നെ നമുക്ക് മോരുകറി, കഷ്ണമൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ മോരുകറിയില്ലേ തട്ടിക്കൂട്ടി, അത് ഉണ്ടാക്കാം. ഒരു വാഴക്കും തിരിക്കേണ്ട, അതുകൊണ്ട് തോരണം വയ്ക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് ക്ലീനിങ് അല്ല അതൊന്ന് കഴുകി എടുത്ത് വെക്കട്ടെ. പാത്രങ്ങൾ രാവിലത്തെ കേട്ടോ കിടക്കുന്നത്. ചോറായിട്ടുണ്ട് കേട്ടോ, രാവിലെ ആയിട്ടുണ്ട് പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ. അവന് ഈ പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് ട്രക്കിലെ വണ്ടിയിലുള്ള പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് വലിയൊരു പണിയാണ്. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതോട് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ഇങ്ങനെ ഓരോരോ പരിപാടികളാവും അല്ലേ നമ്മുടെ വീട്ടിലുള്ളവർക്ക്. രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്താ, ഉച്ചയ്ക്കത്തെ കഴിഞ്ഞാൽ രാത്രിയിൽ എന്താ, അതൊക്കെ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി രാവിലെ എന്ത് വയ്ക്കും, എന്തുണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകളാവും. അപ്പോൾ പിന്നെ രാവിലത്തെ എല്ലാം ഒരുക്കാനും കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ പോയപ്പോൾ എന്താക്കി, പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത പണിക്ക് നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് കഴുകി കയറ്റാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വലിയ ചടപ്പാന്ന് ഞാൻ പറയാറുണ്ടല്ലോ. എനിക്ക് ഈ കൊട്ടത്തളത്തിൽ ഇങ്ങനെ പാത്രങ്ങൾ ഒരുപാട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് അപ്പം കഴുകി വെക്കും കേട്ടോ. ഇനി നമ്മൾ മോരുകറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സിമ്പിളായിട്ടുള്ളതാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും മോരും നാളികേരം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു മോരുകറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മീൻകറി വെക്കേണ്ടെന്ന് വിചാരിച്ചു. അതിന് അത്രയ്ക്കുള്ള മീനില്ല, നമുക്കൊരു വറക്കാൻ വേണ്ടിയിട്ട് 2 നേരത്തിനും കൂടെ തികയുള്ളൂ. കറി വെക്കാനും വറക്കാനും കൂടി ഉണ്ടാവില്ല. അപ്പോൾ മോരുകറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് തൈരും നാളികേരം ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡി ആക്കണം. കറണ്ട് വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി വരില്ലായിരിക്കും, വൈകിട്ടേക്ക് ആവും വരാമെന്ന്. എന്താ വെച്ചാൽ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴും മഴ പെയ്താൽ കറണ്ട് പോവും, ഒന്ന് കാറ്റടിച്ചാൽ പോവും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പണിക്ക് നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഇനി കറണ്ട് പോയാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മോരുകറിക്കുള്ള അരപ്പാണ് സെറ്റ് ചെയ്യണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ, ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ നാളികേരം, ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുരുമുളക് ഉണ്ടെങ്കിൽ ഇടാം, ഒരു കുഞ്ഞൊരു ഇഞ്ചിയുടെ കഷ്ണം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് തൈര് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ അരപ്പ് നല്ല സെറ്റ് ചെയ്തിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് തൈര് വെച്ചിട്ട് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോരുകറിക്ക് കഷ്ണങ്ങൾ വേണ്ട ഒരു പാടുമില്ല, കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് റെഡിയായി. പിന്നെ ഞാൻ തോരനിക്കുള്ള അരപ്പും റെഡിയാക്കി വെച്ചു. അതൊന്ന് ചതച്ച് വെച്ചു കേട്ടോ. നാളികേരം, ചെറിയുള്ളിയും ഇതൊക്കെ തന്നെയാണ്, ഒന്ന് ചതച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇനി അരിയാനും മീൻ വറുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഓരോ ദിവസം ഓരോ പോലെയാണ് കേട്ടോ. ചിലപ്പോൾ രാവിലെ എല്ലാ പണിയും പെട്ടെന്ന് കഴിയും, അല്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ അത് ഷാജേട്ടൻ പോണതിനനുസരിച്ചിരിക്കും കേട്ടോ. ഓരോ കാര്യങ്ങൾ അവർക്ക് നേരത്തെ പോകേണ്ട കാര്യമാണെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പെൻഡിങ്ങിൽ നമ്മളപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വയ്ക്കും. അപ്പോൾ ആൾക്ക് പോകേണ്ടതാണല്ലോ, നേരത്തെ പോകേണ്ടതല്ല. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വയ്ക്കും. ആൾ പോയതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അരപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് എടുത്തിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിയാന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ പുറത്ത് വന്നിരിക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. തിരുവാതിര കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു തിരുവാതിര കാറ്റൊക്കെ വരണത്. ഇനി ഇതൊക്കെ അരിഞ്ഞ് ഫുഡ് റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് വണ്ടിയിൽ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നാളെ ഉത്സവമുണ്ട്, ഏതാ സ്ഥലം എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നേരത്തെ ആൾക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാതും സെറ്റാക്കി റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള തോരനിലേക്കുള്ള അരിയലൊക്കെ കഴിഞ്ഞപ്പോൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് നല്ലോണം തിരുമ്പി വെക്കാൻ കേട്ടോ, അതിൻ്റെ ഒരു കറ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഇനി മോരുകറിയിലേക്കുള്ള കടുക് വറുത്തിടണം. അതിന് വേണ്ടി ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. കടുക്, വറ്റൽമുളക്, കുറച്ച് ഉലുവ, വേപ്പില എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ അരപ്പില്ലേ അത് അതിലേക്ക് ഒഴിക്കുക. തിളയ്ക്കാൻ പാടില്ല. ആ ചൂട് അങ്ങോട്ട് കയറിയ അപ്പം തന്നെ ഓഫ് ചെയ്യുക. പാകത്തിന് ഉപ്പിടുക, അത്രയേ ഉള്ളൂ. മോരുകറി സെറ്റാവാൻ കേട്ടോ. ഈ മോരുകറി പണ്ടൊക്കെ കഷ്ണം അല്ലെങ്കിൽ മോരുകറി വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ.
കുറേ മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ അതിൽ ഇഞ്ചി അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇഞ്ചിയും കൂടെ കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ. നമ്മൾ എന്തൊരു റെസിപ്പി കിട്ടിയാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒന്നതിനെ മാറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റണതാണ് ഇതൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി ആ ചട്ടീനെ കഴുകിയിട്ട് അതിനകത്ത് തന്നെയാണ് കേട്ടോ ഉപ്പേരിയും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുക. ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടിയിരിക്കും. ഒന്നാമത് ഇവിടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. അപ്പോൾ അത് കാരണം പാത്രം കഴുകാൻ എത്രത്തോളം കുറയ്ക്കാൻ ഞാൻ വേണ്ടിയിട്ട് നോക്കുമോ അത്രത്തോളം ഞാൻ കുറയ്ക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാവരും ചോദിക്കും എന്താ ഇപ്പോൾ ഇവിടെ ഇത്ര പണി എന്നുള്ളത്. എല്ലാവരും വീട്ടിലുള്ളവരും ചോദിക്കും കേട്ടോ. ഷാജേട്ടനും ചോദിക്കണം മെയിനൊരു ചോദ്യം, എന്താ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇത്രമാത്രം പണിയുള്ളതെന്ന്. പക്ഷെ ഓരോ കാര്യങ്ങളും ചെയ്ത് വന്നിട്ട് നമുക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടെ കിട്ടാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കേട്ടോ. മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വർക്ക് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക, കാര്യം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എന്താ അത്ര വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതല്ല അവസ്ഥ. നമുക്ക് ഫുഡിൻ്റെ കാര്യം കൂടെ ആകുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെക്കേണ്ടാവും. സാധാരണ നമുക്കൊരു വീട്ടിലാണെങ്കിൽ തന്നെ ഒരുപാട് പണി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ ഒരു കാര്യങ്ങളാകുമ്പോൾ ഒരുപാട് നമുക്ക് എക്സ്ട്രാ പണി കൂടും. പക്ഷേ എനിക്കിഷ്ടം കേട്ടോ. എൻ്റെ അത്രയും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിനോടൊരു മടുപ്പ് തോന്നാറില്ല. വയ്യാത്ത സമയത്ത് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നും, വയ്യ ഒറ്റയ്ക്കല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ തോന്നും. ഞാൻ പൂജിട്ടിയോടും പറയട്ടോ, ഈ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ അടുക്കളപ്പണിയോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിൽക്കണ്ട. അതൊക്കെ ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊന്നും ചെറുതിലേ പഠിച്ചു വരേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്കൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുക, നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ലാണ്ട് ഇതേ അടുക്കളപ്പണി പഠിച്ചാലേ വലിയ കാര്യമാവുമെന്നൊന്നുമില്ല. പക്ഷേ ഇതിനോട് ഇഷ്ടമുള്ളവർ അവർക്ക് പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല, കുക്കിങ്ങിനോട് ഇഷ്ടമുള്ളവർ. അപ്പോൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിട്ടു, കൂമ്പിട്ടു, മണിത്തണ്ടയുടെ അത് ഇട്ടു. അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പും കൂടെ ഇട്ടിട്ട് ആ അരപ്പ് വെന്തതിൻ്റെ ശേഷം ഉപ്പേരി റെഡിയായി. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മീൻ നേരാക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. മാന്തള അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. 2 പുറം ചീന്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊരു 3-4 മത്തി അവർ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചിട്ട് മീനിലേക്കുള്ള മസാലയും കൂടെ സെറ്റാക്കി വെച്ചു. ഇനി അത് വറുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൂ കേട്ടോ. ടപ്പേ നേരം പണി തീരും എൻ്റെ. അത് ഞാൻ അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് അടുത്തതിലിരുന്ന് അങ്ങനെ ഞാൻ ചെയ്യില്ല. എൻ്റെ പണി ഞാൻ ഒരൊറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് തീർക്കും. എന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക, പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ പിന്നെ ആടിപ്പാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണി ഓടാൻ വേണ്ടിയിട്ടുണ്ടാവും. വീട്ടിലെ പണി മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വേറെ എന്തെങ്കിലും പുറത്തേക്ക് ഓടേണ്ടി വരിക, വാങ്ങേണ്ടി വരിക, ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിനൊക്കെ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ ആളാവുമ്പോൾ ഈ അടുക്കളപ്പണിയും കാര്യങ്ങളും പെട്ടെന്ന് തീർത്ത് വയ്ക്കാവും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ വീഡിയോയും കൂടെ എടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യത്തടാന്നായി പോകും. ഇതിൻ്റെ ഇടയിലൊക്കെ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ എടുത്ത് വെക്കാനുള്ള സമയം കുട്ടികൾ വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. ഇതിപ്പോൾ അതല്ല, നമ്മൾ അന്നന്ന് എടുത്തിട്ട് അന്നന്ന് ഇടണം. ചില സമയത്ത് ചില ദിവസങ്ങളിൽ ഒരു 2 എണ്ണമൊക്കെ എക്സ്ട്രാ എടുക്കാണ്ടാവും. അപ്പോൾ വലിയ ആശ്വാസം കേട്ടോ. അതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ മസാല റെഡി ആയിട്ട് ഇനി നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മീനിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി എപ്പോഴും ഞാൻ പറയാറില്ല, ആ സംഭവമൊക്കെ തന്നെ മീൻ വറുക്കണ മസാല തന്നെ എന്നും പറയണ്ടല്ലോ, എന്നും ഇതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ഇനി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലെ പാത്രങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ വിശക്കണമൊന്നുമില്ല. ഇനിയിപ്പോൾ എപ്പോഴും നേരം വൈകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് കറക്റ്റ് എനിക്ക് ടൈമിൽ എനിക്ക് കിട്ടണമെന്നോ എനിക്ക് കഴിക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഒരുപാട് നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും എനിക്ക് വിശപ്പുണ്ടാവില്ല കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴാവും വിശപ്പുണ്ടാവുക. മീൻ വറുക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ നമ്മുടെ വണ്ടിയിലേക്ക് കയറി. ഇതാണ് നമ്മുടെ ഫുഡ് ട്രക്ക് കേട്ടോ. അതിനകത്ത് നിറയെ സാധനങ്ങളാണ്. അതിൻ്റെ കിച്ചണും അതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ കൂടെ ഇട്ടാൽ. അപ്പോൾ അതിന്ന് നമുക്ക് ഇനി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇറക്കണം. അപ്പോൾ അതൊക്കെ ഇറക്കി കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നീറ്റായി. അത് കഴുകിയിടുകയും വേണം. അപ്പോൾ വണ്ടി കഴുകൽ ഷാജേട്ട ചെയ്യാമെന്ന് പറഞ്ഞു. അതും കൂടെ ചെയ്യുമ്പോഴേക്കും ടൈം ഉണ്ടാവില്ല. വീഡിയോ എടുക്കണമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത്ര പാടൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വേഗം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മീൻ വറുക്കൽ കഴിഞ്ഞപ്പോൾ സ്റ്റൗവും കാര്യങ്ങളും അവിടെയൊക്കെ ഒന്നൊരു തുടച്ചിട്ടു. ഷാമ്പു വെച്ചിട്ട് ഞാനൊക്കെ ഒന്നൊരു തുടച്ച് ക്ലീനാക്കിയിട്ടു. എന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്ന് കൊണ്ടുവച്ചു. ഇത് കഴുകാൻ വേണ്ടി വലിയ പാടാട്ടോ. കുറച്ചേ കാണുമ്പോൾ തോന്നും കുറച്ചുള്ളൂ എന്ന്. പക്ഷെ അതല്ല, അത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട പാത്രമായതുകൊണ്ട് നമുക്ക് അത്രയും പാടാണ് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ ഉപയോഗിക്കുന്ന 2 പാത്രങ്ങൾ കഴുകൽ കഴിഞ്ഞാൽ പിന്നെ ആ വിമ്മും നമ്മൾ ഉപയോഗിക്കണ ആ
ഉരയ്ക്കുന്ന സാധനങ്ങളും മാറ്റി വയ്ക്കും. ഇപ്പോൾ ഈ മാറ്റി വെച്ച ഈ പച്ച പാത്രത്തിലുള്ള വിമ്മും ഉരയ്ക്കുന്നതാണ് നമ്മൾ കടയിലേക്ക് ഈ ഫുഡ് ട്രക്കിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്. വീട്ടിലത്തെ അതും കൂടെ ഒരുമിച്ച് ചെയ്യാറില്ല കേട്ടോ, രണ്ടും രണ്ടാക്കിയിട്ടാണ് വയ്ക്കാറ്. അതുകൊണ്ട് രണ്ടും കലമ്പാറില്ല. എന്താ വെച്ചാൽ അത് പുറത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരണതല്ലേ, അതൊരു ദിവസം ഇരിക്കുമല്ലോ, രാത്രി ഇരുന്ന് പിറ്റേ ദിവസം എടുക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടും രണ്ടായിട്ടാണ് കേട്ടോ ചെയ്യുക. എനിക്കതാണ് ഒരു വൃത്തി. ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണമല്ലേ, അപ്പോൾ ഒക്കെ കൂടെ കലർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം മോറിനായിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം മനുഷ്യന്മാർ കഴിക്കണ തന്നെയാണ്. പക്ഷേ കുറച്ച് സമയം നമ്മൾ വണ്ടിയിൽ ഇരിക്കണേം കൊണ്ടും പിറ്റേ ദിവസം കഴുകണുള്ളതും കൊണ്ടും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡാണ്. ചോറും പിന്നെ കൂമ്പുതോരനും മോരുകറിയും പിന്നെ മീൻ വറുത്തത്. ഈ മോരുകറി അടിപൊളിയാണ് കേട്ടോ, നല്ല കുറുകിയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഫുഡും കാര്യങ്ങളായി പണിയൊക്കെ ഒരുവിധെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ ഞാൻ പിന്നെയും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ട്. അവരെല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.